അപ്പം ഇന്ന് നമ്മൾ രാവിലെ തുടങ്ങുന്നത് കണ്ട കൊപ്ര ഉണക്കാൻ പോവുകയാണ്. കൊപ്രയിൽ നിന്ന് നമ്മൾ എന്താ പറയുക, എണ്ണ ആട്ടി, കൊപ്ര ഉണക്കി എണ്ണ ആട്ടി, അതാണ് നമ്മളുടെ ഇത്. നമ്മൾ എല്ലാ വർഷവും ചെയ്യും. എണ്ണ ഒരു ഇത്രയും കൊപ്രയെന്നൊരു എത്ര കിലോ ഉണ്ടാവും? 10-12 കിലോ എണ്ണ നമ്മൾ ആട്ടിയെടുക്കും. 1 കിലോ കൊപ്രാക്ക് 600 വെളിച്ചെണ്ണ. 600. അപ്പോൾ ഒരു 5 കിലോത്തിന് 630. 3 കിലോ 3 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഉണക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉണക്കാനായിട്ട് നമ്മൾ എടുത്ത് ഇങ്ങനെ ആട്ടി വെയിൽ വന്നതനുസരിച്ച്, വെയിലിന് ഇവിടെ നമുക്ക് വെയിൽ കുറവാണ്, പക്ഷേ ഇവിടുത്തെ ഇത്രയും സ്ഥലത്ത് കുറച്ച് കിട്ടും. ഇന്ന് നല്ല കടുകട്ടി വെയിലാണ്, അടിപൊളി. അല്ല, വെയിൽ നല്ല കടുകട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഓക്കെ, ഇന്ന് ഉണക്കാൻ ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ വില്ലേജ് കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ വില്ലേജ് സ്ഥലങ്ങളാണ്. കിളികളൊക്കെ പറന്ന് നടക്കുന്നവർ. നൈസ് ലുക്ക് അറ്റ് ദാറ്റ്. പാവം കിളികൾ ഓടി നടക്കുന്നു. അപ്പോൾ ഈ വില്ലേജ് എന്ന് പറയുന്നത് പനങ്ങാടെന്ന് പറയും ഈ വില്ലേജ്. ഇത് എറണാകുളം, നമ്മുടെ എറണാകുളം ജില്ലയിൽ ഉള്ളതാണ് ഈ വില്ലേജ്. എറണാകുളം ജില്ലയിൽ നിന്നൊരു 12 കിലോമീറ്റർ തെക്കോട്ട് മാറിയുള്ള സ്ഥലമാണിത്. അടിപൊളി, നല്ല രസമാണ് കാണാൻ. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങൾ. പിന്നെ വയലോരങ്ങളായിരുന്നു. ഇത് നമ്മുടെ കുറച്ചൊരു വില്ലേജ്, എന്താ പറയുക, അതിൻ്റെ പേരെന്താണ്, ഓക്കെ സംതിങ് ഓക്കെ. ഇത് നമ്മൾ കുറച്ച് ചെടികൾ, വാഴകൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. വില്ലേജ് ഗാർഡനാണ്. പിന്നെ കുളമുണ്ട്, കുളം, ചെറിയൊരു കനാൽ. പിന്നെ ഇവിടെ ചെറിയ കുറേ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സംഭവങ്ങളുണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങൾ നട്ടിട്ടുണ്ട്. വളർന്നു തന്നെ ഉള്ളു, പക്ഷെ അങ്ങനെ ഇല്ല, ഇപ്പോൾ ആയിട്ടില്ല. പിന്നെ ഒരുപാട് വാഴകൾ. പിന്നെ ഇത് ഒരു പാടമാണ്, കണ്ടോ, നല്ല അതിമനോഹരമായ പാടം. ഇവിടെ പണ്ട് ഞങ്ങൾ കളിക്കുമായിരുന്നു, ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമായിരുന്നു. ഒരു 25 ഒരു 30 വർഷത്തിന് മുമ്പ് ഈ പാടം ക്രിക്കറ്റ് കളിക്കുകയാണ്. പിന്നെ കൊണ്ട് എന്താ പറയുക, തെങ്ങുകളൊക്കെ കൊണ്ട് നട്ടുകൊണ്ട് അതിൻ്റെ സൗന്ദര്യം പോയി. പിന്നെ ഇപ്പോൾ ഉള്ളത് ഇതേപോലെ വെള്ളവും എല്ലാം കയറി, ഇവിടുന്ന് കായലടുത്തുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കയറി എല്ലാം നശിഞ്ഞ് ഇപ്പോൾ ഒരു ഇതുമില്ലാതെ പാടങ്ങളിൽ നിന്നൊക്കെ ഞാറുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, അതൊക്കെ എല്ലാം പോയി. അപ്പം ഇപ്പം ഇങ്ങനത്തെ സ്ഥലമാണ്. പക്ഷേ നല്ല ഭംഗിയാണ്. കുറേ ഇതിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് ഇവിടെ കുറേ കിളികൾ വരും, ഒരുപാട് കിളികൾ വരും. ഇപ്പോൾ എന്താ പറയുക, കൊക്കുകളായാലും അങ്ങനെയുള്ള കാര്യങ്ങളായാലും ഇവിടെ കുറേ കിളികൾ വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. കിളികളും ഇപ്പോൾ തന്നെ കാണാം, ഒരു 2-3 കിളികൾ ഇവിടെ ഉണ്ട്, ഒച്ചയൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്കിങ്ങനെ കണ്ട് നല്ല രസമാണ് ഇവിടെ എല്ലാം ഉള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ സ്ഥലങ്ങളാണ് ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് തെങ്ങുകളുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. വാഴകൾ ഇഷ്ടംപോലെ വാഴയുണ്ട്. പിന്നെ അന്നനാരച്ചക്ക കണ്ടോ, ഇത് ഞാൻ നട്ട അന്നനാരച്ചക്കയാണ്. അപ്പോൾ ഈ അന്നനാരച്ചക്ക എന്ന് പറയുന്നത് ഇത് ഒരു 2-2.5 വർഷമായി ഇതിപ്പോൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അന്നനാരച്ചക്കയിൽ നിന്ന് പൈനാപ്പിളിൻ്റെ മേളിലുള്ള ഭാഗം എടുത്തിട്ട് അത് കുഴിച്ചിടും. അങ്ങനെയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് വളർന്ന്, പിന്നെ ഇവിടെ വരണം, പിന്നെ അവിടെ അങ്ങനെ ഇതെടുത്തിട്ട് അതിൻ്റെ മേളിലുള്ള കൂമ്പെടുത്ത് അത് നമ്മൾ സാധാരണ നട്ടു വെക്കും. അങ്ങനെയാണ്
ഇത് എല്ലാം വെച്ചേക്കണത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 2-2.5 വർഷം ഇത് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷം കഴിഞ്ഞാണ് അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടായത് തന്നെ. അപ്പോൾ പിന്നെ ഇവിടെ വളങ്ങളൊക്കെ കുറവാണ്, പക്ഷെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഫ്രൂട്ട് ഉണ്ടാകാൻ താമസിച്ചത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, അടിപൊളി. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് വാഴകൾ, പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് മുളകുണ്ട്. മുളക് നല്ല കരിമുളക്, അടിപൊളി, നല്ല എന്താ പറയുക, ഇതാണ് നമ്മൾ കുറച്ച് മുളകുകൾ വേണ്ട. നല്ല മുളകാണ് ഇവിടെ, എരിഞ്ഞ് പണ്ടാരടങ്ങുന്ന മുളകുണ്ട്. പിന്നെ ഇതൊരു പ്രത്യേക ഫ്രൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ പേര് ഞാൻ മറന്നു. ഇതൊരു പ്രത്യേക ഫ്രൂട്ടാണ്, കണ്ടോ. എന്താണ് ഇതിൻ്റെ പേരെന്നുള്ളത് അറിയില്ല. ഞങ്ങൾ പണ്ട് ചെറുത് കഴിക്കും. ഒരു വെള്ള ഇതാണ് അതിൻ്റെ ഉള്ളിൽ, നല്ല മധുരമുള്ള ഇതാണ്. ചക്ക പോലെ ഇരിക്കും, ചെറിയൊരു ചക്ക പോലെ ഇരിക്കും, നല്ല മധുരമാണിത്. പിന്നെ നമുക്ക് ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. ചക്കപ്പഴം, ഇതാണ് നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ഇത്. ഇവിടെ ഈ വർഷം ഒരു എന്താ പറയുക, ഒരു 8-10 ഉണ്ടായി, ഞങ്ങൾ കഴിച്ചായിരുന്നു. പിന്നെ എല്ലാം പോയി. പിന്നെ ഉള്ളത് നമ്മുടെ വാഴകൾ, കണ്ടോ. വാഴകൾ ഒരുപാടുണ്ട് ഇവിടെ. എല്ലാം വാഴകൾ ഇഷ്ടംപോലെ വളരും. അതിപ്പോൾ വാഴപ്പഴം ഉണ്ടായിട്ടില്ല, ഒരു ചെറിയ വാഴപ്പഴം ഉണ്ട്. പിന്നെ ഉള്ളത് പപ്പായ. നമ്മൾ പപ്പായ കണ്ടോ, 2 പപ്പായ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. 2 പപ്പായ മരങ്ങൾ, നല്ല പപ്പായ, എല്ലാം അടിപൊളി പപ്പായാണ്. പിന്നെ ഉള്ളത് മുരിങ്ങ. ഇതാണ് നമ്മുടെ മുരിങ്ങയിൽ ഇപ്പോൾ അധികം ഉണ്ടായി വന്നിട്ടില്ല, ചെറുതാണ്. പക്ഷെ വലുതാകുമ്പോൾ നമ്മുടെ മുരിങ്ങ പറിക്കാറാകും, കണ്ടോ. ചെറുതാണ്, വളരെ ചെറിയൊരു ഇതാണ് മുരിങ്ങ. പിന്നെ ഗോവൾക്കയുണ്ട്. ഗോവൾക്കയുടെ ചിലവിടെ കോവയ്ക്ക എന്നൊക്കെ പറയും. ഇതിപ്പോൾ ഗോവൾക്ക, ഞങ്ങൾ പറഞ്ഞ എറണാകുളംകാർ പറഞ്ഞ ഗോവൾക്ക. ഇതിപ്പോൾ അതിൻ്റെ വള്ളികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഉണ്ടായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ പ്രധാനപ്പെട്ടായി കാണിക്കുക. ഇത് നമ്മൾ കുക്കിംഗ് പ്ലേസാണ്, നമ്മുടെ കുക്കിംഗ് പ്ലേസാണിത്. ഇതിൽ നമ്മൾ കുക്ക് ചെയ്യണ ഇവിടെയാണ്, കണ്ടോ. ഇത് വില്ലേജ് കുക്കിംഗ് പ്ലേസാണ്, നമ്മളിവിടെ കുക്ക് ചെയ്യും. വളരെ ചെറുതായിട്ടുള്ളൊരു പ്ലേസാണ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ വീശാനിടുന്ന പാള. ഇങ്ങനെ വീശി അത് കത്തിക്കും. അതാണ് നമ്മളിതുണ്ട്, ഇതൊക്കെ കത്തിച്ച പാടുകളാണ്. പിന്നെ ഇവിടെ നമ്മൾ പുളി ഉണക്കണ സ്ഥലമാണ്, മേളിൽ തട്ടടിച്ചിട്ട് കണ്ടോ. ഇതൊക്കെ നമ്മൾ പഴയ തവി, നമ്മുടെ ചിരട്ടത്തവിയാണ്. ചിരട്ടത്തവി എന്ന് പറയുന്നത് ചെല്ലിങ്ങനെ കോരി കുടിക്കുക, ചെറിയ തവി. ഇങ്ങനെ വെച്ചേക്കും, നമ്മൾ ആവശ്യമുള്ളപ്പോൾ അവിടെ നിന്ന് എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വില്ലേജിൻ്റെ ചില നല്ല കാര്യങ്ങൾ. അപ്പോൾ ഇത് വില്ലേജ് ഇപ്പോഴും നമ്മൾ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഗുഡ് ബൈ.